ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ദേ ഞങ്ങൾ ഇന്ന് ഒരു നൈറ്റ് ഡ്രൈവ് പോവുകയാണ്. ഇപ്പോൾ സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ ഇവിടെ ദേ നല്ല പകലാണ്. അപ്പോൾ നമുക്ക് നൈറ്റ് ഡ്രൈവ് പോവാം. ഇവിടെ എന്തോരം കടകളൊക്കെ രാത്രി തുറന്നിരിപ്പുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. പാത്തു പാത്തുവിന് ചെറിയൊരു ഗെയിം, ഒരു ടോയ് ഫോൺ വാങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ കാണിച്ചു തരുക. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, വേഗം തന്നെ പോകാം. എന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. നോക്കിയേ, ഇത് കണ്ടില്ലേ, നല്ല പകല് പോലത്തെ വെളിച്ചം. അപ്പോൾ സമയം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വേണ്ട പാത്തു നോക്കി, ഫുൾ വ്ളോഗിങ് ആണ് ഫോൺ വെച്ചിട്ട്. നല്ല വെയിൽ ഈ നേരത്തെ മുഖത്തേക്ക് ഇങ്ങനെ വെയിലടിച്ചുകൊണ്ടിരിക്കുക. അത്രക്ക് വെയിലാണ് ഇപ്പം. 7 മണിയൊക്കെ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാലേ നമ്മളിപ്പോൾ പോകുന്നത് മീൻ വാങ്ങിക്കാനാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മീനായിട്ട് ഇവിടെ കളക്ഷൻസ് ഭയങ്കര കുറവാണ്. കാര്യം കോസ്കോയിലൊക്കെ മീനുകളൊക്കെ കിട്ടും എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ കിട്ടണ ആ ഒരു ചാകര ഉണ്ടല്ലോ, അത് ഇവിടെ അങ്ങനെ കിട്ടൂല. അപ്പോൾ ഞാനത് ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഏതോ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തു, ഇങ്ങനെ ഒരു ഷോപ്പുണ്ട് അവിടെ പോയി നോക്കുമെന്നും പറഞ്ഞു. അപ്പോൾ അത് ഇതേ കേട്ട പാതി നമ്മളിപ്പോൾ പോവുകയാണ്. അതുകൊണ്ടാട്ടോ ഇപ്പോൾ വൈകിട്ടായി പോയത്. അപ്പോൾ ഇത് എഡിസൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. എഡിസൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് മലയാളികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടുത്തെ ഒരു മീൻ കിട്ടണ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ നമ്മുടെ യാത്ര. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു നൈറ്റ് ഡ്രൈവ് പോലെ ആയല്ലോ. കാര്യം ഇതിപ്പോൾ ഒരു രാത്രിയല്ലേ. അപ്പോൾ ഈ വീഡിയോയുടെ ഏകദേശം ഒരു കിടപ്പ് മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ദേ പോകുന്ന വഴികളൊക്കെ നോക്കിക്കണ്ടേ. നമ്മളിപ്പോൾ ഈ ഉള്ളുവഴിയിലൂടെയാണ് കേട്ടോ പോകുന്നത്. കാര്യം കുറച്ച് സമയമൊക്കെ എടുക്കും. നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂറിലും മീതെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തിരി സമയം എടുത്താലും കുഴപ്പമില്ല. നമ്മൾ ഈ ഉള്ളുവഴികളിലൂടെയൊക്കെ പോകുമ്പോൾ കുറേ കാഴ്ചയൊക്കെ കണ്ട് പതുക്കെ അങ്ങോട്ട് പോകാമല്ലോ. ഹൈവേയിലൂടെ പോയാലേ ഒന്നും കാണാനില്ല, വെറുതെ ഇങ്ങനെ വണ്ടിയിലിരിക്കണം. അപ്പോൾ തോന്നി അങ്ങനെ ഈ വഴി പോകാമെന്ന്. അപ്പോൾ അതേ നോക്കിക്കണ്ടേ, എന്തോരം വീടുകളും ബിൽഡിങ്ങുകളൊക്കെയാണ് നമ്മളിപ്പോൾ വരുന്ന വഴിയിൽ കണ്ടത്. ഇതൊക്കെ നിറച്ച് വീടുകളാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇതൊക്കെ കുഞ്ഞു ഷോപ്പുകൾ, പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ആളുകൾ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ വീടുകൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ വീടുകളൊക്കെ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ കാണാൻ പറ്റേ. പിന്നെ ചില സ്ഥലത്തേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഇത് നോക്കിക്കണ്ടേ, കുഞ്ഞു ബോക്സ് പോലത്തെ വീടുകളല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഏകദേശം ഒരു 2 സെൻറ്റ് 3 സെൻറ്റൊക്കെ ഉണ്ടാവുമായിരിക്കും ആ വീട്. അത്രയ്ക്ക് ചെറിയ വീടുകളാണ്. ഇനിയിപ്പോൾ ബാക്കിലേക്കൊക്കെ വീടുകൾ അങ്ങോട്ട് നീണ്ട് കിടപ്പുണ്ടോയെന്നൊന്നും അറിയില്ല. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വഴികളാണ് കേട്ടോ ഈ കാണുന്ന വഴികളൊക്കെ. അപ്പോൾ അതേ നമ്മളിപ്പോൾ ഏകദേശം ഈ ഉള്ളുവഴിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഹൈവേയിലേക്ക് ടച്ച് ചെയ്തായിരുന്നേ. അങ്ങനെ നമ്മൾ 3/4 മണിക്കൂർ യാത്ര ചെയ്ത് ഇപ്പം നമ്മൾ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇത് എഡിസൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മളിപ്പോൾ വന്നേക്കണത്. അപ്പോൾ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും സൂപ്പർ മാർക്കറ്റ് അങ്ങനെയൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. പിന്നെ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ മലയാളികൾ കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ ഇവിടെ അധികമായിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഇതേ നേരെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പോവുകയാണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനേ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അതെ, അങ്ങനെ ഒരു കണക്കിന് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കണ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ പേരാണ് കേട്ടോ എച്ച് മാർട്ട്. ഇത് കണ്ട, ഇതാണ് നമ്മളിപ്പോൾ വന്നേക്കണ ഷോപ്പ്. ഇതൊരു കൊറിയൻ സൂപ്പർ മാർക്കറ്റാണ്. അതിനോട് ചേർന്ന് തന്നെ അവരുടേതായ കുറേ റെസ്റ്റോറൻറ്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ ഈ വണ്ടികൾ. ഇത് കണ്ട എന്തു തിരക്കാണെന്ന്, നിറച്ച് വണ്ടികൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുക കേട്ടോ. വണ്ടികളൊക്കെ ഇടാൻ ഇഷ്ടമാതിരി സ്ഥലമൊക്കെ ഉണ്ട്, എങ്കിൽ പോലും എന്തു തിരക്കാണെന്ന് നോക്കിക്കേ. അങ്ങനെ നമ്മളങ്ങനെ സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ എൻ്റെ മക്കളെ എന്തൊരു സ്മെല്ലാണെന്ന് അറിഞ്ഞാൽ. നമ്മൾ ഈ മീൻ ചന്തയിലൊക്കെ ചെല്ലുമ്പോൾ ഒരു സ്മെല്ലില്ലേ, അതുമാതിരത്തെ ഒരു മണമാണ് കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സുകൾ, വെജിറ്റബിൾ, പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് നോക്കിക്കണ്ടേ, ഈ ഫ്രൂട്ടിൻ്റെ പേരറിയോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഞാൻ മറന്നുപോയി, അതാണ്. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സിൽ തന്നെ പല വെറൈറ്റി ഫ്രൂട്ടുകളൊക്കെ നമ്മൾ കണ്ടായിരുന്നേ. നമ്മൾ നേരത്തെ നമ്മുടെ കഴിഞ്ഞ കോസ്കോ അതുപോലെ അവിടെയൊക്കെ കാണാത്ത കുറേ
ഫ്രൂട്ട്സുകളൊക്കെ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ മെയിനായിട്ട് എനിക്കിഷ്ടപ്പെട്ടത് നമ്മുടെ അതേ ചക്ക ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ചക്ക ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ വച്ചിട്ടുണ്ട്. പഴുത്ത ചക്കയാണ്, പക്ഷേ ചോള കുറവാണെന്ന് തോന്നുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ. എന്നാലും ഞങ്ങൾ ഒരെണ്ണം വാങ്ങിയായിരുന്നു കൊതി കൊണ്ടിട്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ പിന്നെ ചക്കയെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയല്ലേ കിട്ടുള്ളൂ. ഇത് എവിടെ നിന്ന് വന്നാന്ന് അറിയില്ല, പക്ഷേ എങ്കിൽ ഞങ്ങളിത് വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം പഴുത്തതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേ ഇങ്ങനെ ഫ്രൂട്ട്സുകൾ തന്നെ ഒരുപാട് അവിടെ ഇങ്ങനെ കണ്ട്, വെജിറ്റബിളുകളൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ ഇവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണ കാണാൻ. അതുപോലെ തന്നെ കരിമ്പൊക്കെ ഉണ്ടെന്ന് ഇതിൻ്റെ ഇടയിൽ. പിന്നെ അതേ ഇത് നോക്കിക്കണ്ടേ, ഇത് പുതിനയിലയുടെ ഒരു തൈയാണ്ടോ. ഇതാണ് നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ചട്ടിയിൽ നട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അങ്ങനെ നമ്മൾ നടന്നിപ്പതേ മീനിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയേക്കോട്ടോ. മീനെന്ന് പറഞ്ഞാൽ പച്ചമീൻ മാത്രമല്ല കേട്ടോ, ഇതേ ഉണക്കമീനുകളെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ പാക്കഡ് ഐറ്റംസുകളാണ്. ഇതൊക്കെ ഫ്രോസൺ ആണെന്നാണ്ടോ എനിക്ക് തോന്നണം. കുറച്ചൊക്കെ ഞണ്ടുകൾ അങ്ങനത്തെ കുറേ ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ അതേ നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത് പച്ചമീനുകളുടെ ഏരിയയിലേക്കാണ്. അങ്ങനെ മക്കളെ ഇതേ നമ്മളങ്ങനെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. മീനുകളുടെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് കണ്ടിട്ട് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. നല്ല പച്ചമീനൊന്നും അല്ലാന്ന് തോന്നുന്നുണ്ടോ ഇത് കണ്ടിട്ട്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ആ ഒരു കളറും അതിൻ്റെ ആ ഒരു കിടപ്പും ഒക്കെ കണ്ടിട്ട് അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല. പക്ഷേ ഈ പറഞ്ഞ മാതിരി പല രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നതല്ലേ ഐസൊക്കെ ഇട്ട്, അപ്പോൾ അതിൻ്റേതായ ഒരു പഴക്കമൊക്കെ ഉണ്ടാവുമായിരിക്കും. എങ്കിൽ പോലും നല്ലൊരു അടിപൊളി ചാകര തന്നെയായിരുന്നു കേട്ടോ. എന്തോരം മീനുകളുടെ കളക്ഷൻസ് ആണെന്നറിയോ ഞങ്ങൾ വാങ്ങിയേ ഇവിടെ നിന്ന് മീൻ. പക്ഷേ നമ്മുടെ നാട്ടിൽ ആ ഒരു ടേസ്റ്റൊന്നും പച്ചമീൻ്റെ പോലെ കിട്ടൂല, എങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ മീനിൻ്റെ പേരൊന്നും എല്ലാം ഒന്നും അങ്ങോട്ട് അറിയില്ല കേട്ടോ. കാരണം നമ്മുടെ നാട്ടിൽ പറയണ പേരൊന്നും അല്ല, ഇംഗ്ലീഷിലൊക്കെ ഇതിന് പറയണ ഒരു ഭയങ്കര കടിച്ചാൽ പൊട്ടാത്ത പേരുകളൊക്കെയാണ്. പിന്നെ എന്താ പറയുക, പല വെറൈറ്റികളൊക്കെ ഉണ്ട്. നമ്മൾ കാണാത്ത ടൈപ്പും നമ്മൾ കണ്ടതും എല്ലാം നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നെയ്മീനായിരുന്നു കേട്ടോ, അതൊക്കെ പീസാക്കി വെച്ചേക്കാണ്. അങ്ങനെ ഒരുപാട് കളക്ഷൻസുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഓടി കിടന്ന് കുറേയൊക്കെ എടുത്തിട്ട് ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ. ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റാത്തത്ര സ്മെല്ലായിരുന്നു. പിന്നെ അതേ ഇവിടെ കുറേ ചില്ലുകൂട്ടിലും വേറെയും കുറേ മീനുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാൻ നമ്മുടെ ചാള അയിലയൊക്കെ കണ്ടത്. ഇത് കണ്ടില്ലേ, പക്ഷെ അതിൻ്റെ ആ ഒരു കോലം കണ്ടിട്ട് വാങ്ങിക്കാനേ തോന്നണുണ്ടായിരുന്നില്ല കേട്ടോ. അത്രയ്ക്ക് ഒരു ഭയങ്കര ഒരു അവസ്ഥയിലായിരുന്നു അതിൻ്റെയൊക്കെ കിടപ്പ്. പിന്നെ അത് ചിലപ്പോൾ അതങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്കത് കണ്ടിട്ട് അത്ര ഒരു ഭംഗി തോന്നിയില്ല. അതുകൊണ്ട് നമ്മളെല്ലാം ഒന്നും വാങ്ങിയില്ല കേട്ടോ, 2 മോഡലും മീൻ മാത്രമേ വാങ്ങിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവരൊക്കെ ക്ലീനാക്കി അവർ നമ്മൾ പറയണ എത്ര പീസാണോ അതനുസരിച്ചൊക്കെ കട്ട് ചെയ്ത് അവർ പാക്ക് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഈ ഷോപ്പിൽ വന്നേക്കണ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ മീനിൻ്റെ. പിന്നെ അതേ ചെമ്മീൻ നോക്കിയേ, പല വിലയുടെ പല വലുപ്പത്തിലുള്ള ചെമ്മീനുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കൂന്തലാണ്. കൂന്തലും ഒരുപാട് പല ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു, അതായത് പല വലുപ്പത്തിലുള്ളത്. ഞണ്ടുകൾ പല വലുപ്പത്തിലും പല റേറ്റിലുള്ളതും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ തന്നെ സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് കൊറിയൻ രീതിയിലുള്ള അവരുടെ കുറേ പാക്കഡ് ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേയൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ ഓടി കിടന്ന് ഇങ്ങനെ വീഡിയോയൊക്കെ എടുത്തു. പിന്നെ നമുക്ക് പറ്റിയ ഐറ്റംസുകളൊന്നും അല്ലായിരുന്നു കേട്ടോ കൂടുതലും. ഈ കൊറിയൻ ആയിട്ടുള്ള അവരുടേതായ കുറേ പാക്കഡ് ഫുഡുകളൊക്കെ ആയിരുന്നു. അവരുടെ ഭാഷ തന്നെ എഴുതി വെച്ചേക്കണുണ്ടില്ലേ പാക്കറ്റിൽ. പിന്നെ എനിക്ക് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ സ്റ്റീൽ പാത്രങ്ങളുടെ കളക്ഷൻസൊക്കെ കണ്ടായിരുന്നു കേട്ടോ. ഈ കൊറിയക്കാർ സ്റ്റീൽ പാത്രം ഉപയോഗിക്കുമായിരിക്കും അല്ലേ, അതുകൊണ്ടായിരിക്കും അവരുടേതായ കുറേ പാത്രങ്ങളൊക്കെ ഞാൻ ഈ ഷോപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഇതൊക്കെ പാത്രങ്ങളുടെ ഓരോ കളക്ഷൻസൊക്കെയാണ് കേട്ടോ. പിന്നെ എല്ലാത്തിനും നല്ല റേറ്റാണ് ഉണ്ടാവും, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അത് ഫിഷിനും അങ്ങനെയൊക്കെ തന്നെയാണ്, അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതേ അങ്ങനെ ഓടി കിടന്ന് ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ഭാഗത്തേക്ക് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, അതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കണ കാണാൻ. അത് കാരണം നമ്മളിങ്ങനെ വീഡിയോ എടുത്തു പോകും കേട്ടോ. അത് കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ, നല്ല ഭംഗിയിൽ നമ്മൾ കാണാത്ത ഒരുപാട് ഫ്രൂട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ. പക്ഷെ നമ്മൾ മെയിനായിട്ട് ചക്കയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മുഴുവനായിട്ടുള്ള പച്ചച്ചക്കയും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ. അത് പക്ഷേ നമ്മൾ വാങ്ങിയില്ല കേട്ടോ, നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചതാണ് വാങ്ങിയത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ ഷോപ്പല്ലാതെ വേറെ ഫിഷ് കിട്ടണ വേറെ ഏതെങ്കിലും ഷോപ്പുകൾ നമ്മുടെ ഈ ന്യൂജേഴ്സി ഭാഗത്ത് ഉണ്ടെങ്കിൽ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ ഇതുമാതിരത്തെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. കൂടുതൽ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗെയിമൊക്കെ കളിക്കാനായിട്ട്, കുട്ടികളല്ല കേട്ടോ വലിയവരിരുന്ന് അവിടെ ഇന്ന് ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കുറേ ഡ്രസ്സ് ഷോപ്പുകൾ, ജ്യൂസിൻ്റെ ഷോപ്പുകൾ, അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ എല്ലാം ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. നമ്മൾ വന്നപ്പോൾ 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് കണ്ടില്ലേ, എല്ലാം ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചേക്കും കേട്ടോ. അപ്പോൾ ഈ ഷോപ്പിൽ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയൊരു സ്മെല്ലാണ്. ഫിഷിൻ്റെ ഭയങ്കര സ്മെല്ലുണ്ടായിരുന്നു. അത് അത്രയും ഫിഷുകൾ അവിടെ അങ്ങനെ കൂട്ടിയിട്ടുകൊണ്ടായിരിക്കും കേട്ടോ അങ്ങനെ അത്രയും സ്മെല്ല് തോന്നിച്ചത്. നമ്മളങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി. ഇനിയിപ്പം നമ്മൾ നേരെ പോകുന്നത് ഡിന്നർ കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ഏതായാലും പുറത്തിറങ്ങിയതല്ലേ, പിന്നെ ഇപ്പം നമുക്ക് ഡിന്നറും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മാത്രമല്ല ഇവിടെ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് എവിടെന്നെങ്കിലുമൊക്കെ ഫുഡും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നേരമായതുകൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ, വല്ല തിരക്കൊന്നും നമ്മളവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ടില്ലേ, ബാർബിക്യൂ ആൻഡ് ഗ്രില്ലെന്ന് എഴുതിയേക്കണത്. അപ്പോൾ ഇവിടെയൊക്കെ ഈ ബാർബിക്യൂ ഗ്രില്ലൊക്കെ നമ്മുടേതായ ടേസ്റ്റിലൊക്കെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറിയാലും കുഴപ്പമില്ല, എങ്കിലും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ ഇവിടുത്തെ ബാർബിക്യൂ ഒക്കെ. എങ്കിലും നമ്മളിപ്പോൾ അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ സമയവും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ എഴുതി വെച്ചേക്കണുണ്ടോ. അപ്പോൾ ഒരു കുഞ്ഞു റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കൂടുതലും പാർസലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഇത് ഈ ബാർബിക്യൂടെ കൂടെ കഴിക്കുന്ന സാലഡാണ് കേട്ടോ. ഇതിങ്ങനെ അവർ ഫസ്റ്റ് തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ടൊമാറ്റോയുടെ വലിപ്പം നോക്കിയാൽ കുഞ്ഞു ടൊമാറ്റോ അല്ലേ. പിന്നെ ഈ ബാർബിക്യൂ ആണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ചിക്കൻ, മട്ടൻ, ബീഫ് അങ്ങനെ പല ടൈപ്പ് ഉണ്ടായിരുന്നു. മട്ടൻ്റെ തന്നെ വലിയൊരു റിബായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. പിന്നെ ഈ കബാബ് പോലത്തെ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഹൈദരാബാദി സ്റ്റൈലായിട്ടാണ് തോന്നിയത്. നമ്മുടെ കേരള ബിരിയാണിയുടെ ടേസ്റ്റൊന്നും പോലെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഈ 2 ഡിഷുകളാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അതിന് ശേഷം നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഷോപ്പല്ല, റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ മെയിനായിട്ട് മീൻ വാങ്ങിക്കാൻ വേണ്ടി വന്ന സൂപ്പർ മാർക്കറ്റിൻ്റെ വിശേഷങ്ങളും ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കഴിച്ച ഫുഡിൻ്റെ വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ അമേരിക്കൻ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.